ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിടു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു സ്പെഷ്യൽ ഓണം റെസിപ്പിയാണ്. ഇതെൻ്റെ അമ്മ ഓണത്തിന് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. വേറൊന്നുമല്ല, ചേമ്പിലക്കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട ഇട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ഞാൻ കിടു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ചേമ്പല നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അത് നമുക്ക് നടുക്കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഇതൊന്ന് മടക്കി വെച്ചിട്ട് ക്രോസും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ഓരോ പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റത്തുള്ള ആ കട്ടിയുള്ള ആ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇത് ഓരോ പീസായിട്ട് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയിട്ട് നമുക്ക് ഇത് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഓലക്കയുടെ നാര് കൊണ്ട് നമുക്കൊന്ന് കെട്ടിയെടുക്കാം. ശേഷം നമുക്കിത് കുട്ടകത്തിലിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇവിടെ നമ്മൾ എല്ലാ പീസും ഓലക്കയുടെ നാരുകൊണ്ട് നമ്മൾ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുട്ടകത്തിലോട്ട് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് നമുക്ക് വേവിച്ചാൽ മതിയാവും. ഇവിടെ ഓരോ പീസും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കെട്ടിയേക്കുന്ന നാര് നമുക്ക് ഓരോന്നായിട്ട് അഴിച്ചെടുക്കാം. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതിന് ഉള്ളിലുള്ള ഞരമ്പ് നമുക്ക് ഓരോന്ന് വലിച്ച് എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഇല മാത്രം നമുക്ക് മതിയാവും. അപ്പോൾ നമുക്ക് ഓരോ ഞരമ്പും വലിച്ചെടുക്കാം. ഇവിടെ നമ്മൾ ഞരമ്പെല്ലാം കളഞ്ഞ് ഇല മാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇല കല്ലിലിട്ട് നല്ലോണം ഒന്ന് ഇടിച്ച് ചതച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വെളുത്തുള്ളി, വേപ്പില, പച്ചമുളക്, ഇഞ്ചി, കൊച്ചുള്ളി, പിഴുപുളി ഇത്ര ഐറ്റമാണ് നമുക്ക് വേണ്ടത്.
ഇനി നമുക്ക് ചട്ടിക്കകത്തോട്ട് എണ്ണ ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്തും കൊച്ചുള്ളി അരിഞ്ഞൂടെ ഒന്ന് മുറിച്ചെടുക്കാം. ഇവിടെ തേങ്ങാക്കൊത്ത് നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കൊച്ചുള്ളി അരിഞ്ഞും കൂടി ഇടാം. അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇടേണ്ടത് കടുകാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കടുക് എന്നിട്ട് പൊട്ടിച്ചെടുക്കാം. ഇപ്പം കടുക് ഏകദേശം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേപ്പില ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ ആ പച്ചമുളക് ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ മുമ്പ് അരച്ചു വെച്ച ആ ഒരു ചേമ്പിൻ്റെ നീര് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ ഇടുന്നത് 1 സ്പൂൺ ഉപ്പാണ്. നമുക്കപ്പോൾ ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇടുന്നത് 1 സ്പൂൺ ഉലുവാപ്പൊടിയാണ്. എന്നിട്ട് നമുക്ക് നല്ലോണം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പിഴുപുളിയുടെ ആ ഒരു നീര് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടത് കായമാണ്. കായത്തിൻ്റെ കട്ടയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഈ കട്ട നമുക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചേമ്പിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇപ്പോൾ ഓണമൊക്കെ വരുമല്ലേ, നിങ്ങളുടെ വീട്ടിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ് സംഭവം. അപ്പോൾ നമ്മുടെ ചേമ്പിലക്കറി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ കിടുമിടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം കണ്ണൻ ആലപ്പി.